കൊച്ചിയിൽ നിന്നുള്ളതാണ്. സ്വിമ്മത്തോൺ അൾട്ര 2025 എന്ന പേരിൽ ഓപ്പൺ വാട്ടർ നീന്തൽ മേള സംഘടിപ്പിച്ചു. നീന്തൽ അറിയുന്ന പ്രേക്ഷകർ ഒരുപാട് ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? നീന്തൽ പഠിക്കണം എന്നത് എൻ്റെ വലിയൊരു ആഗ്രഹമാണ്. പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല. പക്ഷേ കുട്ടികളെയൊക്കെ നീന്തൽ പഠിപ്പിക്കണം, അവർക്ക് സുരക്ഷാ മാർഗം എന്ന നിലയ്ക്ക് അത് അറിഞ്ഞിരിക്കണം. മാത്രമല്ല ശാരീരിക ആരോഗ്യത്തിന് വളരെ മികച്ച ഒരു എക്സസൈസ് എന്ന നിലയ്ക്ക് കൂടി നീന്തലിനെ കാണാവുന്നതാണല്ലോ. ശാരീരിക ആരോഗ്യം, പരിസ്ഥിതി സംരക്ഷണം, നീന്തലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം എന്നിവ ലക്ഷ്യമിട്ടുകൊണ്ടാണ് നീന്തൽ മേള നടന്നിരിക്കുന്നത്. എറണാകുളത്തെ ഇക്കോ ടൂറിസം സാധ്യതകളെ സംബന്ധിച്ച ആശയങ്ങൾക്കുള്ള വേദിയായും നീന്തൽ മേള മാറിയിരിക്കുന്നു. മുങ്ങിമരണങ്ങൾ കുറയ്ക്കുക, നീന്തൽ സാമൂഹിക ആവശ്യമായി പ്രചരിപ്പിക്കുക, ശാരീരിക ആരോഗ്യം, പരിസ്ഥിതി സംരക്ഷണം, സമൂഹത്തിൽ നീന്തലിന്റെ പ്രാധാന്യം തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് 4ാമത് സ്വിമ്മത്തോൺ അൾട്ര 2025 സംഘടിപ്പിച്ചത്. TDK സ്പോർട്സിന്റെ നേതൃത്വത്തിൽ 7ഓളം വിഭാഗങ്ങളിലായി 400 മീറ്റർ മുതൽ 14 കിലോമീറ്റർ വരെയാണ് നീന്തൽമേള നടന്നത്. 3, 2, 1, go! കേരളത്തിൽ നിന്നും നീന്തലിൽ ഒളിമ്പിക് പ്രതിഭകളെ കണ്ടെത്താൻ സ്വിമ്മത്തോൺ വഴി സാധിക്കുമെന്ന് സംഘാടകർ പറയുന്നു. നമ്മുടെ ഉദ്ദേശം ഇന്ത്യയിൽ നിന്ന്, നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു ഒളിമ്പ്യനെങ്കിലും കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യമാണ്. നമ്മൾ അതിലോട്ട് വളരെ വേഗം എത്തുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ്. ഇത് പെരിയാർ അഡ്വഞ്ചേഴ്സ്, TDK സ്പോർട്സ്, DTPC എന്നിവർ ചേർന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. തുടർച്ചയായ വർഷങ്ങളിൽ സംഘടിപ്പിക്കുന്ന സ്വിമ്മത്തോൺ മത്സരാർത്ഥികൾക്ക് മികച്ച അനുഭവമായി. And I'm pretty happy with my performance. First time I was pulled out of the water. This time I finished. So I'm so happy and I would like to come next time also. I have made lake races Chennai team and we did close to 35 plus registrations and came. So tomorrow they're coming. I'm going to support them. 4 വയസ്സ് മുതൽ 75 വയസ്സുവരെയുള്ളവർ ഉൾപ്പെടെ 700-ന് മുകളിൽ മത്സരാർത്ഥികളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ജർമ്മനി, UK എന്നീ രാജ്യങ്ങളിൽ ഉള്ളവരും ഇതിൽ ഉൾപ്പെടുന്നു. ചെന്നൈയിൽ നിന്നുമുള്ള 50-ലധികം ഓട്ടിസം ബാധിച്ച കുട്ടികളും അവരുടെ മാതാപിതാക്കളും പരിശീലകരുമടക്കം പരിപാടിയിൽ പങ്കെടുത്തത് ശ്രദ്ധേയമായി. കൈരളി ന്യൂസ്, കൊച്ചി.